ആദ്യ പുസ്തകം അധ്യായം 2 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ആകാശവും ഭൂമിയും അതിലെ സകല സൈന്യവും പൂർത്തിയായി. 6-ാം ദിവസം താൻ ചെയ്ത പ്രവൃത്തികളൊക്കെയും ദൈവം തികച്ചു. 7-ാം ദിവസം തൻ്റെ സകല പ്രവൃത്തിയിൽ നിന്ന് സ്വസ്ഥനായിരുന്നു. 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു. എന്തെന്നാൽ അതിൻ്റെ സൃഷ്ടിപ്പിൻ പ്രവൃത്തിയിൽ നിന്ന് ദൈവം വിശ്രമിച്ചു. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും വയലിലെ വൃക്ഷങ്ങളും സൃഷ്ടിച്ചുണ്ടാക്കിയപ്പോഴുള്ള സൃഷ്ടിവിവരം ഇവയാണ്. അന്നുവരെയും അവയൊന്നും ഭൂമിയിലുണ്ടായിരുന്നില്ല, വയലിലെ സസ്യങ്ങളൊന്നും മുളച്ചിരുന്നില്ല. ദൈവമായ കർത്താവ് ഭൂമിയിൽ മഴ പെയ്യിപ്പിച്ചിരുന്നില്ല. ഭൂമിയിൽ വേല ചെയ്യുവാൻ ആദാമും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് ഒരു ഉറവ പൊങ്ങി ഭൂതലത്തെയൊക്കെയും നനച്ചിരുന്നു. ഓദോം തോയിൽ നിന്നുള്ള പൊടിമണ്ണിനാൽ ദൈവമായ കർത്താവ് ആദാമിനെ മെനഞ്ഞ് അവൻ്റെ മുഖത്ത് ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവമായ കർത്താവ് മുൻകൂട്ടി കിഴക്കേ ഏദനിലൊരു തോട്ടം നട്ടുണ്ടാക്കി താൻ മെനഞ്ഞ ആദാമിനെ അവിടെയാക്കി. കാഴ്ചയ്ക്ക് മോഹനീയവും ഫലം തിന്മാൻ നല്ലതുമായ സകലവിധ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ മധ്യത്തിൽ ജീവൻ്റെ വൃക്ഷവും നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും ദൈവമായ കർത്താവ് ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു. തോട്ടം നനയ്ക്കുന്നതിന് ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ട് അവിടെ നിന്ന് 4 ശാഖകളായി പിരിയുന്നു. ഒന്നാമത്തേത് പീശോൻ എന്നു പേര്. അത് ഹവീലാ ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തെ പൊന്നു വിശിഷ്ടമാണ്. അവിടെ ഗുൽഗുലും ഗോമേദകക്കല്ലും ഉണ്ട്. ഈ കേട്ട തിരുവചനങ്ങളിലൂടെ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.